വിചാരം 85. ഇതോ പോലീസ്, ഇതാണോ യഥാർത്ഥ പോലീസ് എന്ന് ജനം ചോദിച്ചാൽ അതിൽ തെറ്റു പറയാനാവില്ല. പോലീസ് എന്ന വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്തെന്ന് പലർക്കും അറിയില്ല. പി എന്നാൽ പബ്ലിക്, ഒ എന്നാൽ ഓഫീസർ, എൽ എന്നാൽ ലീഗൽ, ഐ എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ, സി എന്നാൽ ക്രിമിനൽ, ഇ എന്നാൽ എമർജൻസീസ് എന്നാണ്. അതായത് പോലീസ് എന്നാൽ പബ്ലിക് ഓഫീസർ ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എമർജൻസീസ് എന്നാണ് അർത്ഥം. എന്നാൽ ഈ അർത്ഥം പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതിന് നമ്മുടെ പോലീസിന് കഴിയുന്നുണ്ടോ? ഇല്ല, കഴിയുന്നില്ല എന്ന് നിസ്സംശയം പറയാം. വിശദമാക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ കൊലപാതകം, മോഷണം, പീഡനങ്ങൾ, ആത്മഹത്യ, ഭവനഭേദനം, കള്ളക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീധന പീഡനം, ഭാര്യാപീഡനം, അവയവമോഷണം, മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നുവേണ്ട നിരവധി കുറ്റകൃത്യങ്ങൾ നടമാടുന്നുണ്ട്. പോലീസ് തികച്ചും നിഷ്ക്രിയരാണെന്ന് ഒരിക്കലും പറയാനാവില്ല. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പലതും കൃത്യമായി അന്വേഷിച്ച് അവയുടെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ പോലീസിന് കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനിടെ ചില കല്ലുകടി കൂടെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രശ്നം. അതിൽ ചിലത് പറയാം. യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് അവർക്ക് പകരം നിരപരാധികളെ പ്രതികളാക്കുന്ന പ്രവണത തന്നെയാണ് ഒന്നാമത്തെ തെറ്റ്. ഇതിൻ്റെ കാരണം എപ്പോഴും ഉന്നതരിൽ നിന്നുള്ള സമ്മർദ്ദമാണ്. അതായത് മന്ത്രി, MLA മുതൽ ഇങ്ങേയറ്റം പഞ്ചായത്ത് മെമ്പർ വരെയുള്ള രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ തന്നെ. ഇക്കൂട്ടർ ഇങ്ങനെ ചെയ്യുന്നത് പ്രതിയിൽ നിന്ന് പണമോ സ്വത്തോ കൈക്കലാക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത്? SIയോ SHOയോ പോലെയുള്ള കീഴുദ്യോഗസ്ഥർ സത്യസന്ധമായി പണിയെടുത്ത് FIR തയ്യാറാക്കി ഉയർന്ന ഏമാനിൻ്റെ അടുത്ത് കൊണ്ടുചെന്നാൽ അവരെ ഇഡിയറ്റ്, ഫൂൾ, ബാസ്റ്റാർഡ് എന്നൊക്കെയുള്ള നീചമായ അസഭ്യഭാഷയിൽ ശകാരിച്ച് അവരുടെ റിപ്പോർട്ട് വലിച്ചു കീറിയെറിയുന്നു. കാരണം പോലീസ് ഏമാനെ രാഷ്ട്രീയ ഏമാൻ വിരട്ടി നിർത്തിയിരിക്കുന്നത് തന്നെ. അതനുസരിച്ചില്ലെങ്കിൽ തൊപ്പി പോവുകയും ചെയ്യും. പോലീസിൻ്റെ മനോവീര്യം കെടുത്തി അവരെ നിരായുധരാക്കുന്ന ഈ കെട്ട രാഷ്ട്രീയമാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പല അബദ്ധങ്ങളിലൊന്നാണെന്ന് നിസ്സംശയം പറയാം. പഴയ തിരുവിതാംകൂർ പോലീസിൻ്റെ ചരിത്രം വായിച്ചിട്ടില്ലേ? സത്യസന്ധവും നീതിനിഷ്ഠവുമായ പോലീസ് സേനയായിരുന്നു അത്. അതിന് കാരണമുണ്ട്. അന്നത്തെ പോലീസിന് ഒരു മഹാരാജാവിനെ മാത്രം അനുസരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്നോ തത്വദീക്ഷയില്ലാത്ത അത്യാർത്തി പിടിച്ച ഒത്തിരി രാഷ്ട്രീയ കോമാളികളെ അനുസരിക്കണം പോലീസിന്. അനുസരിച്ചേ പറ്റൂ. അതാണ് കാരണം. മന്ത്രി വഴിയെ പോയാൽ സംരക്ഷിക്കാൻ എസ്കോർട്ട് പോകാൻ മാത്രമേ പോലീസിന് നേരമുള്ളൂ. എമർജൻസി അറ്റൻഡ് ചെയ്യാൻ അവർക്ക് എവിടെ സമയം? അതും ഒരു കാരണമാണ്. തന്മൂലം കുറ്റം ചെയ്ത ശേഷം പ്രതി ഒളിവിൽ പോയാൽ പിന്നെ പിടിക്കാൻ പാതാളത്തിൽ ചെല്ലണം. ചിലപ്പോൾ ജർമ്മനിയിലേക്കോ കാനഡയിലേക്കോ അയാൾ പറന്നെന്നിരിക്കും. ഈയിടെ നവവധുവിനെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം വരൻ പിറ്റേന്ന് വെളുപ്പിനെ പോലീസിൻ്റെ സഹായത്തോടെ ജർമ്മനിയിലേക്ക് കടന്നു കളഞ്ഞതുപോലെ. ഈ വിഷയം പറയാൻ തുടങ്ങിയാൽ ഇന്നെങ്ങും തീരില്ല. ചുരുക്കത്തിൽ നമ്മുടെ പോലീസ് നന്നാകണമെങ്കിൽ രാഷ്ട്രീയം സംശുദ്ധമാകണം. രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകമായി പോലീസ് പ്രവർത്തിക്കുന്നിടത്തോളം കാലം പ്രശ്നം ഗുരുതരമായി തുടരും. കോടതി എന്തു ചെയ്യാനാണ്? പോലീസ് കൃത്യമായി കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ എത്തിച്ചാലല്ലേ ജഡ്ജിന് അത് പരിഹരിക്കാനാവൂ. മറ്റൊരു പ്രധാന കാര്യം, ഉന്നത പോലീസേമാൻ മുതൽ SHO വരെയുള്ളവർ പണ്ടത്തെ പോലെ ഇല്ലെങ്കിലും ഇന്നും ചിലരെങ്കിലും കൈമടക്ക് വാങ്ങിക്കുന്നുണ്ട്. മനുഷ്യനുള്ളിടത്തോളം കാലം ഈ കൈക്കൂലി രോഗം മാറില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റുമോ? സമൂഹത്തിലെ സമസ്ത മേഖലകളിലും ഈ രോഗം വ്യാപകമാണ്.
ഈശ്വരോ രക്ഷതു എന്ന് മാത്രം പറയാം.